ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച. ഇന്ന് ഞാൻ ശരിക്കും സമയത്തിന് കുട്ടികളെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് എണീറ്റെങ്കിലും എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ എണീക്കുമ്പോഴേ കരച്ചിൽ കേട്ടിട്ട് എണീക്കണേ. നോക്കുമ്പോൾ പാച്ചുട്ടൻ ഇന്ന് സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞിട്ടുള്ള കരച്ചിലാണ്. അപ്പോൾ സംഭവം വേറെ ഒന്നുമല്ല, കുറച്ച് ദിവസമായിട്ട് അവൻ പോയിട്ടില്ലല്ലോ. അപ്പോൾ അതിൻ്റേതായ ഒരു ഒളിയും ബഹളമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അവന് ഇങ്ങനെ പതുക്കെ മൂളുന്നുള്ളൂ. ഞാനെടുത്ത് പിന്നെ ഡിംപിളും കൂടെ പോയി അവരതേ കൊണ്ടാക്കാൻ പോയി. ആ കാറ് പോയ സമയത്ത് ഞാൻ പതുക്കെ ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കാർ ഇവിടെ കിടക്കണ കാരണം എനിക്ക് ഈ സൈഡിലേക്ക് വരാനോ നനയ്ക്കാനോ ഒന്നും നോക്കാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ രണ്ട് വണ്ടിയും കൊണ്ടുവന്ന് ഇവിടെ ഇടുന്ന കാരണം ഒന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത് പോയ നേരം കണക്കാക്കി ഞാൻ വേഗം കിട്ടുന്ന സമയം കൊണ്ട് വേഗം നനയ്ക്കുക ചെയ്തത്. ആ സൈഡിലത്തെ ചെടികൾ മൊത്തം ഡാഡി അപ്പുറത്ത് എനിക്ക് കൊണ്ടുവന്ന് വെച്ച് തന്നു കേട്ടോ. ഇന്നലെ രാത്രിയിൽ കൊണ്ടുവന്ന് വെച്ച് തന്നിട്ടുണ്ട്. ഞാൻ ഇന്നലെ അത് കാണിച്ചു തോന്നുന്നുണ്ട്. അപ്പം ഞാൻ വേഗം കിട്ടിയ സമയം കൊണ്ട് ഈ വശം ഒതുക്കി. അപ്പോൾ അത് ഇത് താഴെ വീണ് പൊട്ടിയിട്ടില്ല, പക്ഷേ അതിൻ്റെ ചരട് പൊട്ടിയിട്ടുണ്ട്. ഇതൊക്കെ വീട് പണിയണ സമയത്ത് നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഓരോരുത്തർ പറഞ്ഞിട്ട് വാങ്ങി വെച്ചിട്ടുള്ള സാധനങ്ങളാട്ടോ. അപ്പോൾ ഇതിലൊക്കെ നിറച്ച് വെള്ളമൊക്കെ നിറച്ച് വെച്ചു. അപ്പോൾ കുറേ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വെള്ളം പോയിട്ടും വെള്ളം പോയി കഴിഞ്ഞാൽ ഉണങ്ങണതിന് മുമ്പായിട്ട് പൊടി വരുമല്ലോ. അങ്ങനെയൊക്കെ ആയിട്ട് ആകെ അലമ്പായിട്ടൊക്കെ കിടക്കണം. അങ്ങനെ ഞാൻ വന്ന് കയറുമ്പോൾ ഡിവൈൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഡാഡിയും ഡോണും കഴിച്ച് പോയി. ഇനിയിപ്പോൾ ഞാനും ഡിംപിളും കൂടി ഉള്ളൂ. ബാക്കി ഡിംപിൾ ഇനിയിപ്പോൾ കുട്ടികളെ കൊണ്ടാക്കിയിട്ട് തിരിച്ച് വന്നിട്ടേ കഴിക്കലുണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നിച്ച് കഴിക്കാം. അങ്ങനെ സമയം 10 മണി ഡിംപിൾ പോയിട്ട് വന്നു. ജസ്റ്റ് കാറ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ കരച്ചിൽ മാറിയെന്ന് പറഞ്ഞു. പിന്നെ വെറുതെ ഇങ്ങനെ പറയുള്ളൂ, പോണ്ട എന്ന് പറയുള്ളൂ. പിന്നെ അവിടെ ഇറങ്ങി അവർ ആയമാർ വരുമ്പോൾ ചേച്ചിമാരെ കാണുമ്പോൾ അവരുടെ കൂടെ അങ്ങോട്ട് ഇറങ്ങിപ്പോവും. അപ്പോൾ അതേ പാച്ചുട്ടൻ ചാക്കോച്ചൻ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞത് കയറി പോവാണ് കേട്ടോ. അവനെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കും. എന്ത് ഭക്ഷണമായാലും അവൻ കഴിച്ചോളും. അപ്പോൾ അതുകൊണ്ട് അവന് വേണ്ടിയിട്ട് സ്പെഷ്യലി ഒരു സമയം വേണ്ട ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കാരണം അവനിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ പോകുമ്പോൾ എന്നോട് യാത്ര പറയണം. ഞാൻ ക്യാമറ എടുത്ത് ഫോൺ എടുത്ത് ഇങ്ങനെ കാണിച്ചാൽ അവന് കയറാനായിട്ട് ഇഷ്ടമുള്ളൂ. അപ്പോൾ ഞങ്ങൾ സ്റ്റാൻഡ് പഠിക്കണം കേട്ടോ. സിറ്റ് പഠിക്കണം. അപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ തന്നെ ഇരുന്ന് തുടങ്ങി കേട്ടോ. സ്റ്റാൻഡ് ഭയങ്കര ഇഷ്ടമാണ്. എന്തെങ്കിലും പുതിയ സംഭവങ്ങൾ പറഞ്ഞാൽ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് മൂപ്പർക്ക്. അപ്പോൾ അധിക ഭാഗം പോൾസൺ പാപ്പൻ്റെയും നക്കിലയിൽ നിന്ന് വരുമ്പോഴാണ് എന്തെങ്കിലും പുതിയതും കൊണ്ട് വരിക കേട്ടോ മൂപ്പര്. അപ്പോൾ ഇത് ഞങ്ങൾ പറഞ്ഞു കൊടുത്തതാണ്, ഡിവൈൻ ഇരുത്തി പറഞ്ഞു കൊടുക്കായിരുന്നു. അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പോൾ ഡിംപിളിന് ഭയങ്കര തലവേദന എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു 2 കൂട്ടരും പോയി കിടന്ന് ഉറങ്ങിക്കോ. അതുകൊണ്ട് 2 2 വഴിക്ക് വിട്ടു. ഡിംപിളിനെയും വിട്ടു, ഡിവൈനെയും വിട്ടു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു മീൻകറിയും കുറച്ച് കട്ട്ലേറ്റും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി ഇങ്ങനെ അവസാനിപ്പിക്കാമെന്ന്. പിന്നെ നമ്മുടെ ചാള അച്ചാറിട്ടതുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ വരുന്ന ദിവസമാണ് ഞാൻ ഈ കുട്ടികളോട് സംസാരിക്കട്ടെ. ഫോണിൽ ആരെങ്കിലുമൊക്കെ ചാറ്റ് ചെയ്താൽ ഞാൻ മറുപടിയൊക്കെ പറയുക ഇങ്ങനെ അടുക്കളപ്പണിക്ക് നിൽക്കുമ്പോഴാണ്. അപ്പോൾ ഒരു ഫോണിൽ പാട്ട് വയ്ക്കും, മറ്റേ ഫോണിൽ ഷൂട്ട് ചെയ്യും, മറ്റേതിൽ ഞാനിങ്ങനെ എന്താ പറയുക അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നൊരു സൂത്രപ്പണിയാണ് ചെയ്തത്. ഓൾറെഡി വെട്ടുമീൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനതെടുത്ത് ശരിക്കും നമ്മൾ ഇഞ്ചി, വേപ്പില, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ ഒരു തക്കാളി അരിഞ്ഞിട്ടു ഞാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കൂടെ മിക്സ് ചെയ്യണത് ഇന്നലെ വൈകുന്നേരം ഇന്നലെ ഉച്ചയ്ക്ക് മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. ഡിവൈൻ നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള നല്ല മീൻ കറി കുറുകിയിട്ടുള്ളത്. അത് ഞാൻ ഇതിൽ കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്യാനാണ്. കാരണം അതിൽ ചാറ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ നമ്മൾ പണ്ടൊക്കെ പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മളൊരു സൂത്രപ്പണി കാണിക്കും. എന്തിട്ടറിയോ, ഈ ഉണ്ടാക്കുന്ന മീൻ കറി ബാക്കി വരും. അപ്പോൾ കഷ്ണമൊക്കെ വിളമ്പി കഴിഞ്ഞിട്ടുണ്ടാവും, ചാറ് ബാക്കി വരും. അപ്പം നമ്മൾ ചെയ്യുക എന്താണെന്ന് വെച്ചാൽ ആ ചാറ് നല്ലോണം തിളപ്പിച്ച് അതിൽ കുറച്ചും കൂടി വേണമെങ്കിൽ തേങ്ങാപ്പാലൊക്കെ കൂട്ടി ചേർത്തിട്ട് നമ്മുടെ മുട്ടയുണ്ടല്ലോ, കോഴിമുട്ട അങ്ങോട്ട് പുഴുങ്ങിയിട്ട് നടുമുറിച്ച് അതിലിടും. അപ്പോൾ എന്തായി, മുട്ട കൂട്ടാനായി. അങ്ങനെയൊക്കെയാണ് കേട്ടോ. തൃശ്ശൂർക്കാരെങ്ങനെയാണെന്ന് വെച്ചാൽ മൊത്തത്തിൽ അധികം കാര്യങ്ങളൊന്നും വലിയ ധാരാളിത്തരമൊന്നും കാണിക്കാണ്ട് ഉള്ളതുകൊണ്ട് ചാച്ചും ചരിച്ചൊക്കെ ജീവിക്കുന്നവരാണ് കേട്ടോ തൃശ്ശൂർക്കാർ. അങ്ങനെയാണ് പറച്ചിലല്ല, ഞാൻ അങ്ങനെയാണ്, നമ്മളുടെ വീട്ടിലും അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും അങ്ങനെ ആയിരിക്കും എന്നാണ് എനിക്കും തോന്നണത്. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ സഖാവിൻ്റെ വക എല്ലാതും വലിച്ചു വാരിയിട്ട് പോയേക്കാം നമ്മുടെ ചാക്കോച്ചൻ. മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ പാച്ചും തോമും കൂടി ഒന്നിച്ചായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഇവൻ ഒറ്റയ്ക്ക് മതി ഈ വക കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ചൂലും കോരിയും ഒക്കെ കൊണ്ടുപോകും. അവന് ഇഷ്ടമുള്ളതൊക്കെ അവൻ ചെയ്യും. അപ്പോൾ ഞാൻ പറയും സാരമില്ല തന്നെ. എനിക്ക് തോന്നുന്നു ഡിംപിൾ ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നു. ഇതിങ്ങനെയൊക്കെ കൊണ്ടുപോയിട്ട് തന്നെ വർത്താനം പറയുക, തന്നെ കളിക്കുക, അത് തന്നെയാണ് ചാക്കോച്ചനെയും ഞാൻ കണ്ടുകൊടുത്തോളൂ കേട്ടോ. അങ്ങനെ ഇവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ കട്ട്ലേറ്റിലേക്ക് എടുത്തു. അപ്പോൾ കട്ട്ലേറ്റിലേക്ക് ആ നേരത്ത്
ഡിവൈൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സബോളയൊക്കെ എനിക്ക് മറ്റേ ചോപ്പറിൽ അരിഞ്ഞു തന്നത് ഡിവൈനാട്ടോ. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു. അങ്ങനെ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ നിൽക്കുമ്പോഴേക്കും പിള്ളേർസ് ദേ വന്നു. പിള്ളേർ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാം. കാരണം അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു തിക്കും തിരക്കും ബഹളമാണ്. അപ്പോൾ വന്ന് അപ്പാപ്പൻ്റെ കൂടെയാണ് വന്നത്. വരുമ്പോൾ അപ്പാപ്പൻ 2 പേർക്കും ഐസ്ക്രീം വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞാൾക്ക് ഞങ്ങളത് കൊടുക്കാറില്ല, തണുപ്പുള്ളതൊന്നും അധികം കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ അവനത് വലിയ പുത്തിരിയൊന്നും തോന്നില്ല. അവനങ്ങനെ വാശി പിടിക്കുകയോ അല്ലെങ്കിൽ അത് കണ്ടിട്ട് കൊതിയാവുകയോ അങ്ങനെയൊന്നും ഉണ്ടായില്ല കേട്ടോ. എനിക്ക് ആകെ വിഷമമായിരുന്നു. ഞാൻ ഡാഡിയോട് പറയുകയും ചെയ്തു 3 വാങ്ങിക്കാറുന്നില്ലേന്ന്. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായില്ല. അങ്ങനെ ഒരുത്തൻ വന്നപ്പോൾ അമ്മേനെ കാണാൻ, ഡിംബുവിനെ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇതേ ഓടി വന്ന്. അപ്പോൾ അവനൊരു സംശയം, എന്താണ് അമ്മ കിടക്കണേന്നുള്ളത്. ഇത് വേറെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞില്ലേ 2-3 ദിവസമായിട്ട് അവിടുത്തെയും ഉറക്കൊളിക്കലും കാര്യങ്ങളും ഒക്കെ. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഡിവൈനായിരുന്നു, ഇപ്പോൾ ഡിമ്പിളിനായി. അപ്പോൾ ഞാൻ പറഞ്ഞു രണ്ട് ദിവസം ഒന്ന് കണ്ണടച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ആ ക്ഷീണം മാറിയ തലവേദനയൊക്കെ ആ വഴിക്ക് പോകുമെന്ന് പറഞ്ഞു ഞാൻ. നമുക്ക് ഉറക്ക ക്ഷീണം വരുമ്പോൾ ഒരു തലവേദന ഉണ്ടാവുമല്ലോ. എനിക്ക് പിന്നെ അത് ശീലമായതുകൊണ്ട് തലവേദനയും ഇല്ല, ഒന്നുമില്ല. നമ്മളിങ്ങനെ എന്താ പറയുക, വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ 3 പിള്ളേരും കൂടിയിട്ട് ഇനി ഓച്ചൂൻ്റെ അടുത്താണ്. പിന്നെ ഇനി ഓച്ചൂനെ എണീപ്പിക്കാണ്ട് ഒരു നിവൃത്തിയില്ല. പിന്നെ ചാക്കോച്ചൻ തോമു പാച്ചു വരണവരെയുള്ള ഉറക്കമുള്ളൂ. ഉറങ്ങിയിട്ടൊന്നുമില്ല, കുറച്ച് നേരം ഉറങ്ങിയിട്ടുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. എന്നാലും കുറച്ച് നേരം കണ്ണടച്ച് കിടക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടല്ലോ. അപ്പോഴേക്കും ഡോണും എത്തി. അപ്പോൾ ഇനിയിപ്പോൾ ഊണ് കഴിക്കേണ്ട സമയമായി. അപ്പോൾ ഓൾറെഡി മീൻകറിയുണ്ട്, കട്ട്ലറ്റും ഉണ്ട്, മറ്റേ ചാള അച്ചാറും ഉണ്ട് കേട്ടോ. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ മെയിൻ സംഭവം. കാരണം എന്താ വെച്ചാൽ കുട്ടികൾ 2 പേരും അങ്ങോട്ട് നീങ്ങി. പിന്നെ ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് 2 മണിയാകുമ്പോഴേക്ക് ഫുഡായാൽ മതിയല്ലോ. ആ സമയത്തേക്ക് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളവിടെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഇവിടെ ചേട്ടൻ്റെ അനിയന് നല്ല കളിയാണ്, ജീപ്പും ഇത് കൊടുത്തിട്ട്. അപ്പോൾ ജീപ്പ് 2 വീലറിൻ്റെയും കാറിൻ്റെയും ഇടയിൽ പെട്ടു. അപ്പോൾ പുറത്തെടുക്കാൻ പറ്റാണ്ട് നിൽക്കുക. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ആമസോണിൽ നിന്ന് ഒരു ഇത് വന്നു. അപ്പോൾ ആമസോണിൻ്റെ കാര്യം പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര തമാശയായിട്ട്, ഇത്രയും വലിയ പെട്ടിയിലൊരു ചെറിയൊരു ബ്രഷൊക്കെ അങ്ങനെ വരിക കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ ഫലൂഡ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലെ ഈ പേസ്ട്രിയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് 2 ബോക്സ് പുറത്തെടുത്ത് എല്ലാവരും സുഭിക്ഷമായിട്ട് അങ്ങോട്ട് കഴിച്ചു. അപ്പോൾ ഇവിടെ സ്വതവേ ഉള്ളത് ഒന്നെങ്കിൽ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ജ്യൂസ് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിച്ചാൽ ഒരു ഡെസേർട്ടോ ഫ്രൂട്ടോ എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഇന്ന് ഇതായിരുന്നു. അപ്പോൾ ഡോണും കൂടി ഉണ്ടെങ്കിലാണ് ഞങ്ങളെല്ലാവരും കൂടി എടുക്കുള്ളൂ കേട്ടോ. ഒരാൾ കുറവായി കഴിഞ്ഞാൽ നമുക്കത് കഴിക്കാനായിട്ട് ഭയങ്കര എന്തോ ഒരു വിഷമം പോലെ. അപ്പോൾ ഇന്ന് എന്നോട് ഒരു കുട്ടിയെ എനിക്ക് മെസ്സേജ് ചെയ്തപ്പോൾ പറഞ്ഞു, ആൻറ്റി ഇങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഓരോന്ന് ചെയ്യണ കണ്ടിട്ട് ഞാനും അങ്ങനെ ചെയ്തു തുടങ്ങിയെന്ന്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ശരിയാണല്ലോ, ഞാൻ എപ്പോഴും ഓരോരുത്തരുടെ ഇഷ്ടം നോക്കിയിട്ട് ഓരോന്ന് ചെയ്യാറുണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ എന്തോ ഭയങ്കര സന്തോഷം തോന്നിയിട്ട്. നമ്മൾ അത് വേണം എന്ന് വിചാരിച്ച് ചെയ്യണതല്ല, നമ്മൾ അറിയാണ്ട് അങ്ങനെ വന്നു പോണതാണ്. അപ്പം ഞങ്ങൾക്ക് എപ്പോഴും ഒരാൾ കുറഞ്ഞാൽ, ഇപ്പോൾ ഡോൺ ഇല്ലെങ്കിൽ വേറൊരു ഇപ്പം ഇന്ന് രാത്രി ശരിക്കും പറഞ്ഞാൽ ഡോൺ മറ്റേ ചാലക്കുടി പെരുന്നാൾക്ക് പേർക്കുക. പക്ഷേ ഞങ്ങൾ എന്തെങ്കിലും കഴിക്കും, പക്ഷേ അവൻ വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അത് മാറ്റി വയ്ക്കും. അതുപോലെ തന്നെ ഡിമ്പിളുടെ കാര്യത്തിലും ഞങ്ങളെന്തെങ്കിലും യാത്ര പോവേ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ, അയ്യോ ഡിമ്പിൾ വരട്ടെ മമ്മി എന്നിട്ട് പോവാം, അല്ലെങ്കിൽ ഡിമ്പിൾ വരുമ്പോൾ നമുക്ക് കഴിക്കാം, അങ്ങനെ പറയുന്ന ഒരു ശീലം കേട്ടോ. അതിപ്പോൾ എനിക്ക് മാത്രമല്ല, അതിപ്പോൾ ഡാഡി ആയാലും ഡോൺ ആയാലും ഡിവൈൻ ആയാൽ പോലും അങ്ങനെയാണ്. ഡിമ്പിൾ വരട്ടെ, അപ്പോൾ 4 ആളും കൂടുമ്പോഴാണ് നമുക്ക് എന്തോ ഒരു പൂർണ്ണത വരാറുള്ളൂ കേട്ടോ. ദൈവം സഹായിച്ച് എപ്പോഴും അത് നടത്തി തരുന്നുണ്ട് തമ്പുരാൻ. ഇനിയും ഇവിടെ നിന്ന് അങ്ങോട്ടും ഞാൻ എപ്പോഴും പറയണ പോലെ നമ്മളുടെയൊക്കെ കണ്ണടയും വരെ അതുപോലെ തന്നെ കാണണം എന്നാണ് എപ്പോഴും ആഗ്രഹം. അങ്ങനെ എന്താ പറയുക, ഡിമ്പിളിൻ്റെ ഒരു ചെറിയ ഒരു യാത്രയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എന്താണ് ഏതാണെന്നുള്ളത് കുട്ടി നാളെ വീഡിയോയിൽ പറയും. ഭയങ്കര മടിയാണ് 2 എണ്ണത്തിനും വീഡിയോ ഇടാനായിട്ട്. ഞാൻ ഇവരുടെ പിന്നാലെ ഇങ്ങനെ നിൽക്കും. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഡിവൈൻ ഇടുന്നുണ്ട്. പക്ഷേ ഡിമ്പിൾ എനിക്ക് തോന്നുന്നു, പിന്നെ അവളെയും പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ പോയി കഴിഞ്ഞാൽ പാച്ചുവിൻ്റെ കാര്യം ഫുൾ നോക്കണം. പിന്നെ അവൻ പരിചയമില്ലാത്ത സ്ഥലമാണ്, ഓടി ബഹളം വയ്ക്കുമ്പോൾ അവൻ്റെ പിന്നാലെ പോകണം. പിന്നെ ആഷിയുടെ പ്രസവം, സംബന്ധവും എല്ലാം കൂടി ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ വീഡിയോസ് നമ്മൾക്ക് പറയാൻ എളുപ്പമാണ്, വീഡിയോ ഇട്ടോളൂന്ന്. പക്ഷേ ഈ വീഡിയോ എടുത്താൽ മാത്രം പോലെ അതിൻ്റെ പിന്നിൽ കുറേ പരിപാടികളുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ സംഭവം മടിയാണെന്ന് പറഞ്ഞാൽ കുറച്ച് മടിയൊക്കെ ഉണ്ട് കേട്ടോ, മുഴുവൻ അങ്ങനെയല്ല. എന്നാലും വേണമെന്ന് വെച്ചാൽ നമുക്ക് എന്തും ചെയ്യാം. ഇപ്പോൾ എൻ്റെ കാര്യം ഞാൻ മാക്സിമം ചെയ്യാൻ നോക്കാറുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഞാൻ ഇവരോട് പറയും. പിന്നെ നമ്മൾക്ക് എന്താ പറയുക, കുട്ടികളല്ലേ, അവർക്ക് അവരുടേതായ സൗകര്യം അനുസരിച്ചല്ലാണ്ട് പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ അകത്ത് കയറി വന്നപ്പോൾ അത് സെറ്റിങ്ങിൽ തിരിച്ചിട്ടേക്കായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി ഇട്ടു. അത് കഴിഞ്ഞ് നമ്മുടെ പഴയ പടി ഇട്ടിട്ട് ഞാൻ നമ്മുടെ ബാക്കി കാര്യങ്ങൾക്ക് കടന്നു. കാരണം ഞാൻ ഈ പാത്രം കഴുകണതിൻ്റെ ഇടയിൽ ഒരു 10 തവണ ഓരോ കാര്യത്തിനും ഇങ്ങോട്ട് വന്നിട്ടുണ്ട്.
അപ്പോൾ എൻ്റെ പാത്രം കഴുകൽ അവിടെ പകുതിയിൽ വെച്ച് കെടുക്കായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അത് മുഴിപ്പിച്ചിട്ടുള്ളൂ, ഇനി ബാക്കി കാര്യം. അപ്പോൾ അത് മുഴിപ്പിക്കണതിൻ്റെ ഇടയിൽ ഞാൻ പട്ടികൾക്കുള്ള ചോറ് എടുത്ത് വെച്ചു. അപ്പം നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അരിയാണ് അവർക്ക് വേണ്ടി ഉപയോഗിക്കാറ് കേട്ടോ. അപ്പോൾ അത് വേവിച്ച് അവർക്ക് കൊടുക്കാനുള്ളതൊരു ചട്ടിയിലും ബാക്കിയുള്ളതൊരു പാത്രത്തിലും മൂടി വെച്ചാൽ 3 ദിവസത്തേക്ക് കണക്കാക്കിയിട്ടാണ് ഞാൻ അവർക്ക് ചോറ് വേവിക്കുക. അപ്പോൾ അവർക്ക് ഞാൻ പറയാറില്ലേ, ഇടയിൽ ഈ പാല് കുപ്പിയിൽ നിന്ന് കുട്ടികളുടെ കുപ്പിയിലത്തെ പാല് പകർത്തി അത് ആദ്യം കൊടുക്കും. അത് കഴിഞ്ഞ് എൻ്റെ വക ചോറ് ഉരുട്ടി കൊടുക്കും. പിന്നെ രാത്രിയിലാണ് ഇറച്ചി കൊടുക്കുന്ന സംഭവം കേട്ടോ. അങ്ങനെ വൈകിട്ടാണ് ഉച്ചതിരിഞ്ഞാണ് അവരുടെ ഫുഡ് മൊത്തം. അങ്ങനെ പിള്ളേർസൊക്കെ ഉറക്കത്തിൽ നിന്ന് എണീറ്റു. അപ്പോൾ ഞാൻ ഡിമ്പിളിനെയും വിളിച്ചു. അപ്പോൾ ഡിമ്പിളും പാച്ചുവും വന്ന വഴിക്ക് പാച്ചു ഉറങ്ങിയിട്ടാണ് വന്നത്. അപ്പോൾ അങ്ങനെ അവർ കിടന്നു ഉറങ്ങിയിട്ടോ. അപ്പോൾ അവിടുത്തെ എണീറ്റതിന് ശേഷം ഇവരുടെ കളി തുടങ്ങി. അപ്പോൾ ഒരു 6:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 6:30 ആയപ്പോഴേക്കും ചാക്കോച്ചൻ 1 2 3 പറഞ്ഞ് ഓടി തുടങ്ങി. പിന്നെ ഈ ഞാൻ പറയാറുണ്ടല്ലോ 6:30 തൊട്ട് 9:30 വരെയുള്ള നമ്മുടെ വീട്ടിലത്തെ ലീലാവിലാസങ്ങൾ. അപ്പോൾ ഇന്ന് ഡോൺ ചാലക്കുടി പെരുന്നാൾക്ക് പോയതുകൊണ്ട് ഡോൺ ലേറ്റ് ആവും എന്ന് പറഞ്ഞു. അപ്പോൾ ഡാഡി ആസ് യൂഷ്വൽ നമ്മുടെ മാച്ച് കാണാനായിട്ടിരുന്നു. പിള്ളേർക്ക് നേരം പോകണ്ടേ, അവർ അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി നിന്നു. ഞാൻ നമ്മളുടെ ബിസിനസ്സിൻ്റെ ആവശ്യത്തിനിരുന്നു. ഡിവൈൻ കിച്ചണിൽ രാത്രിയിലേക്കുള്ള ചപ്പാത്തി റെഡിമെയ്ഡാണ് നമ്മൾ വാങ്ങിക്കാറ്. അതും ഇന്ന് കറി ബീഫ് കറി ആയിരുന്നു. ബീഫ് കിഴങ്ങിട്ട് തൃശ്ശൂർ കറി വെക്കുന്ന പോലെ ഒരു കറി അതും വെച്ചു. അപ്പോൾ പിള്ളേരുടെ കാര്യങ്ങൾ ഇന്ന് ഡിമ്പിളിൽ നോക്കി. കാരണം അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ചാക്കോച്ചൻ കരഞ്ഞിട്ട് കുറേ എൻ്റെ അടുത്ത് നിൽക്കും, കുറേ ഡാഡിയുടെ അടുത്ത് നിൽക്കും, പിന്നെ കുറേ ഡിവൈൻ്റെ പിന്നാലെ പോകും, അങ്ങനെയായിരുന്നു. അപ്പോൾ ഇന്ന് ഡിമ്പിൾ എന്താ പറയുക, അവിടെ കുറച്ച് നേരമൊക്കെ കസേരമ്മയ്ക്ക് ഇരുന്നൊക്കെ നോക്കി. പക്ഷേ കസേരമ്മ ഇരുന്നിട്ട് 3 ആളെയും കൂടി ഒന്നിച്ച് കളിപ്പിക്കാൻ അവൾക്ക് പറ്റുന്നില്ല. അപ്പോൾ പിന്നെ സ്വതവേ ഡിമ്പിളുടെ എപ്പോഴും താഴ്ത്തിരിക്കാനാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. നിങ്ങളെൻ്റെ വീഡിയോസ് കാണുമ്പോൾ കാണുന്നുണ്ടാവും. ഒന്നെങ്കിൽ ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ എപ്പോഴായാലും താഴെ ഇരിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കുഞ്ഞിലേ തൊട്ട് നമ്മുടെ വീട്ടിൽ കാളിയമ്മാമ ഉണ്ടായിരുന്നു. ആദ്യം അമ്മുട്ടിയേച്ചിയായിരുന്നു, പിന്നെ ആദ്യം ജാനുവായിരുന്നു, പിന്നെ അമ്മുട്ടിയേച്ചിയായിരുന്നു, പിന്നെ കാളിയമ്മാമയായിരുന്നു. പിന്നെ തൃശ്ശൂർ വന്നിട്ടാണ് ബാക്കിയുള്ളവരായത്. അപ്പോൾ കാളിയമ്മാമയൊക്കെ എനിക്ക് തോന്നുന്നു 8-9 വർഷം നമ്മളുടെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ വന്നു കഴിഞ്ഞാൽ കാല് നീട്ടിയിട്ട് അവിടെ താഴ്ത്തിരിക്കും. അപ്പോൾ ഇവർ കൊച്ചിലെ ഡോൺ അല്ല ഡിമ്പിൾ എപ്പോഴും അങ്ങനെ താഴെ ഇരുന്ന് കാളിമാമയുടെ കൂടെ ഇങ്ങനെ കഴിച്ച് അവൾക്ക് എപ്പോഴും ഇഷ്ടം താഴെ അങ്ങനെ ഇരിക്കാനാണ്. അതെന്തോ അവൾ പറയും എപ്പോഴും ഒരു സുഖമാണ്. അതിപ്പോൾ ഇവിടെ ആര് വരുമ്പോഴും ഇപ്പോൾ ഞങ്ങളായാലും ചില സമയത്ത് ഇപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കൂടുമ്പോൾ ഞങ്ങളൊക്കെ താഴ്ത്തിരിക്കുക. പിന്നെ താഴ്ത്തിരിക്കുന്ന ഒന്നാമത്തെ ആളായിരുന്നു എൻ്റെ മൂത്ത ചേച്ചി കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് താഴെ ഇരുന്ന് ചുമരുമ്പോൾ ചാരി കാല് നീട്ടിയിരിക്കാനായിട്ട്. അപ്പോൾ കുട്ടികളൊക്കെ നമ്മുടെ മടിയിൽ ഇങ്ങനെ വന്ന് കിടക്കുമ്പോൾ തല നോക്കി കൊടുക്കൽ, തല തപ്പി കൊടുക്കൽ, അതൊക്കെ ഒരു എന്താ പറയുക, നമ്മളുടെ വീടുകളിലൊക്കെ ഇങ്ങനെ തന്നെയാവും. നിങ്ങളിപ്പോൾ കാണുന്നവർ കുറേ പേര് ആലോചിക്കുന്നുണ്ടാവും എൻ്റെ അമ്മയുള്ളപ്പോഴും അങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ചേച്ചി ഉള്ളപ്പോൾ അങ്ങനെയാണ്, അല്ലെങ്കിൽ ഞങ്ങളിപ്പോഴും ഇങ്ങനെയാണ് എന്ന് ചിന്തിക്കും. അപ്പോൾ ഇവിടെ വന്ന് കുറച്ച് നേരം കിടന്നു കഴിഞ്ഞപ്പോൾ പിള്ളേർസ് മൊത്തം ഡിമ്പിളുടെ മേത്തായിട്ടോ. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ അപ്പം ഞങ്ങളുടെ ചെറുപ്പമാണ് ഇവരുടെ 5 പേരുടെ, അതായത് റോസ, അന്ന, ഡോൺ, ഡയാൻ, ഓച്ചു, ഈ 5 പേര് കൂടിയിട്ട് കണ്ണകുളങ്ങരയിലുള്ള ഒരു സംഭവമാണ് ഓർമ്മ വരിക. കാരണം മൂത്തേച്ചി വെൽച്ചേച്ചി എന്നാണ് പറയാൻ ഞാൻ. വെൽച്ചേച്ചി ഇങ്ങനെ കിടക്കും, പിള്ളേരുകളൊക്കെ മേത്ത് കയറി കിടക്കും, അല്ലെങ്കിൽ ഞാനാവും. ചിലപ്പോൾ അക്കിക്ക് അങ്ങനെ കിടക്കാൻ പറ്റാറില്ല, എന്നാലും അക്കി താഴ്ത്തിരിക്കില്ല. ചേച്ചിക്ക് ഷൂ ഇട്ടിട്ട് അങ്ങനെ ഓടി ഇരിക്കാൻ പറ്റില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പം അക്കീനെ ഏകദേശം അറിയാമല്ലോ. അപ്പോൾ ഇന്ന് കുറേ പേര് എന്നോട് അക്കിയുടെ വിശേഷം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അങ്ങനെ ഇവരുടെയൊക്കെ ഈ ബഹളവും കാര്യങ്ങളും എനിക്ക് തോന്നുന്നു ഒരു 9 മണി വരെ ഇതായിരുന്നു മേളം കേട്ടോ. അപ്പോൾ എനിക്കും സ്വസ്ഥമായിട്ട് പണിയെടുക്കാൻ പറ്റി, ഡിവൈനും സ്വസ്ഥമായിട്ട് പണിയെടുക്കാൻ പറ്റി. കാരണം പിള്ളേരുകൾ 3 എണ്ണവും ഡിമ്പിളുടെ മേത്തായിരുന്നു. അങ്ങനെ അവരുടെ കളിയും ചിരിയും ബഹളവും കുറേ ഞാനും എൻജോയ് ചെയ്തു. അപ്പോൾ എല്ലാവരും പറയണ പോലെ ഡിമ്പിളും പാച്ചുണ്ടെങ്കിൽ വീട്ടിലൊരു അനക്കമുള്ളൂ. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ചാക്കോച്ചന് സങ്കടം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കരഞ്ഞ് നടക്കും, തോമും മിണ്ടാണ്ടൊരു മുക്കിൽ പോയിരിക്കും, അപ്പാപ്പൻ മറ്റേ എന്താ പറയുക മാച്ചും കണ്ടിരിക്കും, അങ്ങനെയാണ് പതിവ്. അപ്പോൾ ഇത് വന്നപ്പോൾ ഡിമ്പിൾ വന്നപ്പോൾ ഭയങ്കര ബഹളവും തിക്കും തിരക്കായി. അപ്പോൾ ഞാൻ ഇതുവരെ എല്ലാവരും പറയുമ്പോൾ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായി, ശരിയാണ്, ഇതാണ് സംഭവം പറയണേന്നുള്ളത് മനസ്സിലായിട്ടോ. അങ്ങനെ എന്താ പറയുക, 3 ആളുടെ കൂടിയിട്ടുള്ള കളിയും ചിരിയും ബഹളമായിട്ട് അവരവരുടേതായ രീതിയിൽ അങ്ങോട്ട് പോയി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഭക്ഷണം കൊടുക്കൽ എടുക്കൽ ഒക്കെ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ പാക്കിങ്ങും ഒരു വശത്ത് കൂടെ ഭംഗിയിൽ നടക്കണു. പിന്നെ കുറേ പേർക്ക് ചോദിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ എന്നോട് ഈ സമയത്ത് ചോദിച്ചവർക്കൊക്കെ അറിയാം. ഞാൻ അപ്പം മറുപടി കൊടുക്കും. കാരണം ഞാൻ സ്വസ്ഥമായിട്ട് ഒരു വശത്ത് ഇരിക്കുകയാണല്ലോ. എനിക്ക് ഇവരെ കാണുകയും ചെയ്യാം,
എന്നാൽ എൻ്റെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. അങ്ങനെ അപ്പോഴാണ് ഇന്ന് ഞാൻ വിചാരിച്ചത് സെക്കൻഡ് സ്റ്റഡുകൾ കുറച്ച് ഡാഡി ഇങ്ങനെ പാക്ക് ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും സെക്കൻഡ് സ്റ്റഡ് കാണിക്കാം. കാരണം നമ്മൾ സെക്കൻഡ് സ്റ്റഡ് 1-2 കാണിച്ചു കഴിഞ്ഞാൽ അതിൽ സംഭവം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഒരു പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു സെക്കൻഡ് സ്റ്റഡിൻ്റെ ഷീറ്റാണ് നിങ്ങളെ കാണിക്കുന്നത് വെച്ചാൽ നിങ്ങളത് ചോദിക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടാവില്ല. തിരിച്ചെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് രാത്രിയിൽ ഇടുന്ന ഷീറ്റാണെങ്കിൽ നിങ്ങൾ നാളെ ചോദിക്കുമ്പോൾ എനിക്ക് കണ്ണടച്ചുണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. അല്ലെങ്കിൽ ഞാൻ മിക്ക കുട്ടികളോടും പറയാം ഞാൻ നോക്കട്ടെ കേട്ടോ നോക്കിയിട്ട് പറയാമെന്ന് പറയും. പിന്നെ ഇങ്ങനെ വെച്ചാൽ ഞാനത് മറക്കും. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ടിരിക്കാനാണ് ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് അപ്പാപ്പളത്തെ വീഡിയോസ് എടുത്തിട്ട് അപ്പാപ്പളത്തെ ഫോട്ടോസും കാര്യങ്ങളും എടുത്തിട്ട് അപ്പാപ്പ ഇടണത് കേട്ടോ. അപ്പം നമ്മുടെ ചുമര് നോക്കിയാൽ കാണാം നല്ല ക്ലീനായിട്ടോ. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട് മറ്റേ ബാക്കിയുള്ള സ്ഥലങ്ങളും ഒന്ന് പതുക്കെ ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്തെടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സൗകര്യം എപ്പോഴാണെന്ന് അറിയില്ല. അപ്പോൾ ഇതേ നമ്മുടെ ചാക്കോച്ചൻ്റെ ചിരിയും ബഹളവും കണ്ടു. ഭയങ്കര ചിരിയായിരുന്നു. അവന് എന്താ പറയുക കൊഞ്ചാൻ കിട്ടിയത് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, ഇപ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്ത് ഓച്ചുവിൻ്റെ അതേ ചായയാണ് ചാക്കോച്ചൻ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ 3 മത്സരിച്ചുള്ള കളിയും ബഹളമൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇത്രയും അധികം നേരം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അപ്പോൾ തോമു ഓരോരുത്തരും മാറി മാറി ഒറ്റയ്ക്ക് കിട്ടുന്ന അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യായിരുന്നു. അപ്പോൾ തോമുവിനോട് ഞാൻ പറഞ്ഞു എടാ മതിയാക്കട ഇനി കുറച്ച് നേരം ചാക്കോച്ചിന് എടുത്തിടാന്ന് പറഞ്ഞപ്പോൾ മതിയായിട്ടില്ല ഞാൻ കുറച്ച് നേരം കൂടി ഓച്ചുവിൻ്റെ മടിയിലിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇരിക്കാം. അതുപോലെ തോമു എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൾ ടൈം ഓച്ചുവിൻ്റെ വീഡിയോസ് കാണില്ല. അവനെന്തോ ഓച്ചുവിനെ ഭയങ്കര ഒരു ഇഷ്ടമാണ്. അപ്പോൾ ഓച്ചുവിൻ്റെ വീഡിയോസ് കാണാം, ഓച്ചുവിൻ്റെ പണ്ടത്തെ ഡാൻസ് പ്രോഗ്രാംസ് കാണാം, കുക്കറി ഷോ കാണാം, ഇൻ്റർവ്യൂസ് കാണാം. ഇതൊക്കെയാണ് ഓച്ചുവിൻ്റെ മെയിൻ പരിപാടി കേട്ടോ. അപ്പോൾ ഓച്ചു തോമുവിനെ മടിയിലിരുത്തിയതിന് ചാക്കോച്ചന് ഒരു ചെറിയൊരു കുശുമ്പ്. അപ്പോൾ ചാക്കോച്ചൻ നിൽക്കുമ്പോൾ പാച്ചു വരും. പാച്ചുവിന് ഒരു വലിയ കുശുമ്പ്. അങ്ങനെയാണ് ഇവിടുത്തെ അംഗട്ടോ. പാച്ചുവിനാണെങ്കിൽ ഇവിടെ നിന്ന് പോയതിന് ശേഷം അമ്മയുടെ കൂടെ മാത്രമായതുകൊണ്ടാണ് തോന്നുന്നുണ്ട് അമ്മയുടെ അടുത്തുനിന്ന് ഒരു നേരം വിട്ട് നിൽക്കാൻ കൂട്ടാക്കണില്ല. കാരണം അവിടെ ചെന്നപ്പോഴായാലും ആഷിയുടെ കൂടെ ആയിരുന്നല്ലോ പപ്പയും മമ്മിയും ആൻസനൊക്കെ. അപ്പോൾ ഡിമ്പിളും മോനും മാത്രമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഇപ്രാവശ്യം വന്നപ്പോൾ ഭയങ്കര അമ്മയുടെ അടുത്തുനിന്ന് പോണില്ല. മാത്രമല്ല ഒരു ഭക്ഷണം കഴിക്കണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ക്ഷീണം തോന്നി. അപ്പോൾ ഇന്ന് വെയിറ്റ് എടുത്ത് നോക്കിയപ്പോൾ നന്നായിട്ട് കുറഞ്ഞിട്ടുമുണ്ട്. ഭക്ഷണവും കഴിക്കില്ല, മരുന്നും കഴിക്കാൻ കൂട്ടാക്കില്ല. അപ്പോൾ ഇന്ന് തൊട്ട് നല്ല കുട്ടിയാവണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ നല്ലോണം പോലെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ രാത്രി ഡിവൈൻ പേടിപ്പിച്ച് മരുന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ അത് എന്തെങ്കിലും കഴിച്ചിട്ട് വേണം. നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ പാച്ചുവിൻ്റെ കാര്യത്തിൽ നമ്മളത് വെയിറ്റ് ഗെയിന് കുറേ പാടുപെട്ടിട്ടാണ് അവനൊന്ന് ഒരു 100-250 അല്ലെങ്കിൽ 1/2 കിലോനൊക്കെ കൂട്ടിയെടുക്കുക. പക്ഷെ അത് പെട്ടെന്ന് അങ്ങോട്ട് താഴ്ന്നു പോകുമ്പോഴല്ലോ നമുക്കത് ഭയങ്കര സങ്കടമാണ്. കാരണം അത്രയും എന്താ പറയുക നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഓരോ പ്രാവശ്യം പറയുമ്പോഴും അത് സന്തോഷത്തിൽ നമ്മൾ പറയും വെയിറ്റ് കൂടിയെന്ന്. അപ്പോൾ അത് വിട്ട് പെട്ടെന്ന് 1 കിലോനൊക്കെ കുറയുമ്പോൾ നമുക്കത് ഭയങ്കര സങ്കടമാണ്. അവിടെ ചെന്നതിന് ശേഷം അവന് പനി വന്നു, ചുമ വന്നു. അപ്പോൾ മൊത്തത്തിൽ ഒന്ന് ഡൗണായി. പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള മടി. ഇവിടെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചിരുന്നു എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് വരുമ്പോൾ ഒന്ന് തടി വെച്ചിട്ടാണ് വരാറ് കേട്ടോ. കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് ഉഷാറായിട്ടാണ് വരാറ്. പക്ഷേ ഇപ്രാവശ്യം എന്തോ എനിക്ക് തോന്നുന്നു ചെന്നതിന് ശേഷം പനിയൊക്കെ വന്നതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. ഇതിപ്പോൾ എൻ്റെ കുട്ടി മോഡൽ നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ കുട്ടി മോഡൽ മാലകളൊക്കെ കഴുത്തിലിട്ട് നടന്നു തുടങ്ങി. അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള ചെറിയൊരു ഫാൻസി മാലയാണ് കേട്ടോ ഇത്. അതുപോലെ കൃഷ്ണൻ്റെ ലക്ഷ്മിയുടെ കുഞ്ഞു മാലകൾ കുട്ടി മാലകൾ വന്നിട്ടുണ്ട് കേട്ടോ. അധികം വിലയൊന്നും ഇല്ലാത്ത പാറ്റേൺ മാലകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് ആ മാല. അപ്പോൾ ഇതിപ്പോൾ നാളെ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നവരുടെ കയ്യിൽ കിട്ടും. ഇത് സംഭവം പ്ലേറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അപ്പോഴാണ് അവനൊരു പുതിയ മോതിരങ്ങൾ ഇടണം എന്നുള്ളത്. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആഭരണങ്ങളിടാന്ന് പറഞ്ഞാൽ. ചാക്കോച്ചിന് ഭയങ്കര വീക്ക്നെസ്സാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ മാലയൊക്കെ ഇടിയിക്കണത്. അതായത് നമ്മൾ പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് വെക്കണ സാധനം അവനിങ്ങനെ ചൂണ്ടി കാണിച്ചിട്ട് അത് ഇടണം എന്ന് പറഞ്ഞ് ഇട്ട് കഴിഞ്ഞിട്ട് എന്നോട് പറയും ഫോട്ടോ എടുക്കാനായിട്ട്. അങ്ങനെയാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് അമ്മയും മക്കളും കയറുമായിട്ടാവും കിടക്കാനായിട്ട് പോയി. കാരണം ഡോൺ ഇന്ന് കുറേ ലേറ്റ് ആവും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും ഡോൺ എത്തിയിട്ടില്ല. മണി 12:15 ഇപ്രാവശ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലായിടത്തും പെരുന്നാളുകൾ ഭയങ്കര ആഘോഷമാണല്ലോ. അപ്പോൾ ഇപ്പോൾ ചാലക്കുടിയിലേക്കാണ് പോയേക്കണേ. അപ്പോൾ അവിടെ കാർണിവലും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് അങ്ങോട്ടാണ് കേട്ടോ പോയേക്കണേ. ഫ്രണ്ട്സ് കൂടിയിട്ട് ഒന്നിച്ച് പോയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിവൈനും പിള്ളേഴ്സും വേഗം പോയി. പക്ഷേ കുട്ടികൾ ഉറങ്ങിയിട്ട് ഡിവൈൻ താഴേക്ക് ഇറങ്ങി വന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് തൃശ്ശൂർക്കാരുടെ കറിയായിരുന്നു എന്ന്. നല്ല സൂപ്പർ ബീഫും കിഴങ്ങും കൂടിയിട്ടായിരുന്നു. കായയും കൂർക്കയൊക്കെ ഇടാറ്. ഇപ്രാവശ്യം കൂർക്കയൊന്നും വാങ്ങിച്ചില്ല. ഞാൻ എപ്പോഴും വാങ്ങിക്കുമ്പോൾ അത് വേസ്റ്റ് ആവുകയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഇവർക്ക് ഭക്ഷണം കൊടുത്ത്
ലൈറ്റ് ഓഫ് ചെയ്യാനായിട്ട് നിന്നപ്പോഴാണ് നമ്മുടെ ചാക്കോച്ചന് ഒരു പൂതി പുറത്തേക്ക് ഇറങ്ങണമെന്ന്. അപ്പോൾ ഇപ്പം സ്ഥിരം നമ്മുടെ ചാക്കോച്ചൻ ഫുൾ ഇത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും കേട്ടോ. ഇന്ന് പാച്ചുവാണ് ഇറങ്ങിയത്. അപ്പോൾ പാച്ചുവിന് ഞാൻ കാണിച്ചു കൊടുക്കുക അവിടെ. പാച്ചു എനിക്ക് തോന്നുന്നു ഇവിടേക്ക് അങ്ങനെ അധികം വന്നിട്ടൊന്നുമില്ല, കുട്ടികളങ്ങനെ ഇറക്കാറില്ല നമ്മൾ. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടേക്ക് പട്ടികളെയും അങ്ങനെ ഇറക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ക്ലീനായിട്ടാണ് കിടക്കണേ. ഫുൾ നമ്മുടെ മറ്റേ പൈപ്പ് കൊണ്ടുവന്ന് ഫുൾ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാക്കോച്ചൻ നടക്കുന്നത്, കുട്ടികൾ നടന്നു തുടങ്ങിയാൽ പിന്നെ നമ്മൾ ആ ഭാഗം ക്ലീനാക്കി ഇടുക എന്നുള്ളതാണ്, ഒന്നും ഇല്ലാത്ത രീതിയിൽ. കാരണം പിള്ളേരാണ് പ്രത്യേകിച്ച് ചാക്കോച്ചൻ്റെ കാര്യം. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ നമ്മൾ സൈഡിൽ നിന്ന് കൊണ്ടുവന്ന ചെടികൾ ഞാൻ അലക്കല്ലുമ്മലേക്ക് കയറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിനെ ഇവരാരും കണ്ടിട്ടില്ല. അപ്പം ഇങ്ങനെ നോക്കുകയാണ്. അപ്പം ഞാൻ ക്രോക്കഡൈൽ എന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു അങ്ങനെയല്ല, അലിഗേറ്ററാണ്. ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ മാറി നമ്മളുടെ പഠിക്കുന്ന സമയത്തത്തെ അല്ലാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ എന്നാൽ പിന്നെ അമ്മാമ ഇനി മിണ്ടണില്ല. കാരണം നമ്മളിതേ ഇന്ന സാധനം എന്ന് പറയുമ്പോൾ കുട്ടികൾ നമ്മളോട് പറയുക, അയ്യേ അമ്മാമയ്ക്ക് ഒന്നും അറിയില്ല, ഇതിൻ്റെ പേര് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാണം കിടും. അപ്പം ഞാൻ പറയായിരുന്നു, അയ്യോ ഇനിയിപ്പോൾ നമുക്ക് വയ്യ ഇവരോട് സംസാരിക്കാമെന്നുള്ളത് കേട്ടോ, തമാശയ്ക്ക് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഞങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പാച്ചു കിയയുടെ അടുത്തേക്ക് പോവുക. അവിടെ കിയയും ചിന്തുവും ചോട്ടും ഉണ്ട്, 3 പേരും ഉണ്ട്. അപ്പോൾ ഇന്ന് ഫെബ്രുവരി 10 നമ്മുടെ ചന്തുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഇന്നിപ്പോൾ ചന്തു ഉണ്ടെങ്കിൽ ഇന്നിപ്പോൾ അവന് എത്ര വയസ്സായേനെ. ഡിംപിൾ തോമുവിനെ പ്രസവിക്കാൻ പോയപ്പോഴാണ്, ആ ജനുവരിയിലാണ്, എൻ്റെ ബർത്ത്ഡേയുടെ അന്നാണ് അവൻ പോയത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോൾ 4 വയസ്സായില്ലേ തോമുവിന്. അപ്പോൾ 16 4 20 വയസ്സായേനെ ഇപ്പോൾ അവൻ ഉണ്ടെങ്കിൽ. ശരിക്കും 16ാമത്തെ വയസ്സിൽ കുറച്ച് ദിവസം മുമ്പാണ് അവൻ പോയത്. അപ്പോൾ അങ്ങനെ ഇന്നാണ് അവൻ്റെ ബർത്ത്ഡേ. ഇന്ന് അതുപോലെ ചന്ദ്രുവിൻ്റെയും ബർത്ത്ഡേ ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഫെബ്രുവരി 10 എന്ന് പറയുമ്പോൾ അപ്പം എനിക്കതൊക്കെ ഓർമ്മ വരിക കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ പാച്ചുട്ടൻ വീണ്ടും വന്ന് നോക്കുകയാണ്. അവനൊരു പേടി ഉണ്ടായിരുന്നു, അവനൊരു സംശയം അത് ജീവനുള്ളതാണോ എന്ന്. ഇനിയിപ്പോൾ നാളെ നേരം വെളുക്കുമ്പോൾ വന്ന് നോക്കുമ്പോഴാണ് അവന് ഉറപ്പ് വരുള്ളൂ ഇതെന്താണ് സംഭവം എന്നുള്ളത് കേട്ടോ. അങ്ങനെ അപ്പോൾ നാളെ എനിക്ക് തോന്നുന്നു നാളെ മിക്കവാറും തോമും ചാക്കോച്ചനും ഒക്കെ ഈ സൈഡിലേക്ക് വരാൻ വഴിയുണ്ട്. പിന്നെ ക്ലാസ്സിൽ പോയിട്ട് വന്ന് ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീക്കുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ മറക്കാനും ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ അവനെ അകത്ത് കയറാൻ പറഞ്ഞപ്പോൾ ഇല്ല ഞാൻ അകത്ത് കയറില്ല എന്ന് പറഞ്ഞിട്ട് പോയപ്പോൾ ഞാൻ കയറാമെന്ന് പറഞ്ഞപ്പോൾ അവൻ ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് പോരാ. അപ്പോൾ എൻ്റെ പിള്ളേർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ചന്തു ചിന്തു ചോട്ടൂക്കിയ ഗുഡ് നൈറ്റ് എന്ന് പറയുമ്പോഴാണ് അവർക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഞാൻ എപ്പോൾ കിടക്കുമ്പോഴും അങ്ങനെ പറയാണ്ട് ഞാൻ കിടക്കില്ല. അപ്പോൾ ഡിവൈൻ പറയും ഞാൻ കുളിക്കാൻ നിൽക്കണ നേരത്തെ മമ്മിയുടെ ഗുഡ് നൈറ്റ് കേൾക്കുക എന്ന് പറയും. അവർക്കത് പറഞ്ഞില്ലെങ്കിൽ ഭയങ്കര സങ്കടമാണ്. അപ്പം ഞാൻ പറയാണ്ട് ഇന്ന് അകത്ത് വന്ന് കിടക്കണ ദിവസം 1-2 വട്ടം അവർ കുരയ്ക്കും, അതായത് മറന്നു എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഞാൻ എണീറ്റ് പോയിട്ട് അത് പറഞ്ഞിട്ട് ഞാൻ കിടക്കുള്ളൂ. അതങ്ങനെ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ 16 കൊല്ലം ചന്തു എന്ന് പറയുമ്പോൾ അത്രയും കൊല്ലത്തെ ശീലമാണ്. പക്ഷേ ഇപ്പോഴും ഞാൻ ഗുഡ് നൈറ്റ് പറയുമ്പോൾ ചന്തുവിനും കൂടി ചേർത്തിട്ടാണ് പറയാം കേട്ടോ. ഞാൻ ചന്തു ചിന്തു ചോട്ടൂക്കിയ ഗുഡ് നൈറ്റ് എന്നാണ് പറയാം. കാരണം അവനൊരാൾ പോയി എന്നുള്ളൊരു ഇതെനിക്ക് മനസ്സിൽ തോന്നാറില്ല. ചോട്ടു തന്നെയായിരുന്നു ചന്തു, അതായത് നിറച്ച് ഫറായിട്ടുള്ള ടൈപ്പാണ് അവർ. ചിന്തുവും കിയയും ഒരു സാധാരണ ഒരിതാണ്, അതുകൊണ്ട് അവരെ നോക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ ചോട്ടുവിനും ചന്തുവിനും നിറച്ച് ഹെയർ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവനെ നോക്കാനായിട്ട്. എന്നാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇതേ സമയം 10:35 ഇവിടത്തെയൊക്കെ കഴിഞ്ഞ് ഞാൻ പിള്ളേരോടൊക്കെ കിടന്നോളാൻ പറഞ്ഞു. ഡിവൈൻ വീണ്ടും പോയി. ഡിവൈൻ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഫലൂടെ ബാക്കിയുണ്ടായിരുന്നു, അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് മാമ്പഴം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ 4 പേരും കൂടിയിട്ട് ചെത്തി കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഡിവൈൻ പോയതിന് ശേഷം നോക്കിയപ്പോൾ ഇത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ മൈലാഞ്ചി. അപ്പോൾ ഇപ്പോൾ ഹാൻഡ് ചെയിൻ എന്നാണ് പറയുക, അല്ലെങ്കിൽ മൈലാഞ്ചി എന്നാണ്. അപ്പോൾ ഡിംപിൾ ശരിക്കും പറഞ്ഞാൽ പാച്ചുവിൻ്റെ മാമോദിസയ്ക്കാണ് ഇത് ഇട്ടിട്ടുണ്ടായിരുന്നത്. അന്ന് തൊട്ട് സംഭവം പണ്ട് തൊട്ടിടെങ്കിലും ഡിംപിളിൻ്റെ ഇതിൻ്റെ നേരീത് സ്വർണ്ണം ഉണ്ട് കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അന്ന് തൊട്ടിടുമെങ്കിലും ഇത് പാച്ചുവിൻ്റെ മാമോദിസയ്ക്കാണ് എല്ലാവരും ശ്രദ്ധിച്ചത്. അതിനുശേഷം ഭയങ്കര ഡിമാൻഡായിരുന്നു കേട്ടോ ഇതിന്. അപ്പോൾ എപ്പോഴും സ്റ്റോക്ക് ഇത് ഇങ്ങനെ വരലും സ്റ്റോക്ക് കഴിയും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇപ്രാവശ്യം ഈ 3 പാറ്റേണാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കയ്യോടെ അത് എടുത്ത് വെക്കണേലും അത് ഇടാം, കാണിക്കാം. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കയ്യോടെ അതാ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെച്ചതാണ്. ഇത് ഒരെണ്ണം ഡംബൽസിൻ്റെ പാറ്റേണാണ്, ഒരെണ്ണം റൂബിയാണ്, മറ്റേത് വൈറ്റാണ്. 2 വൈറ്റും ഒരു റൂബിയാണ് കേട്ടോ. അപ്പം 3ഉം നല്ല ഭംഗിയുള്ളതാണ്. റൂബി അറിയാമല്ലോ, റൂബിയുടേതായ ഒരു ഇതുണ്ട്. അപ്പോൾ റൂബിയാണ് ഏറ്റവും വലുത്. അപ്പോൾ ഇനി ഓച്ചും അപ്പാപ്പനും മോനും കിടന്നുറങ്ങാൻ പോകണം. അപ്പാപ്പൻ്റെ അടുത്തുനിന്ന് പോവില്ല എന്ന് പറഞ്ഞിട്ടുള്ള വാശിയാണ് കേട്ടോ. അപ്പം ഞാൻ പറയായിരുന്നു കുട്ടി ക്ഷീണിച്ചിട്ട് വല്ലാണ്ടായില്ലോ എന്നുള്ളത്. കണ്ടോ, ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു. പക്ഷേ കുഴപ്പമില്ല, കുട്ടികളല്ലേ, 2 ദിവസം കഴിയുമ്പോൾ അങ്ങോട്ട് ശരിയായിക്കോളും. ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റഡിൻ്റെ കളക്ഷനൊന്ന് കണ്ടു നോക്കും കേട്ടോ.
അപ്പോൾ ഇന്ന് ഞാൻ സെക്കൻഡ് സ്റ്റഡും പിന്നെ സാധാരണ സ്റ്റഡുകളുമാണ് കേട്ടോ ഇതിൽ. അതായത് ചെറിയ സ്റ്റഡ് ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്കുള്ള സംഭവമാണ്. പക്ഷേ എനിക്കിത് മുഴുവൻ എനിക്ക് കാണിക്കാൻ പറ്റില്ല, കാരണം ഒരു 100-ന് മേലെയുണ്ട് ഇത്. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ മുകളിലുള്ളതെന്ന് ഒരു 10 ഷീറ്റ് എടുത്ത് കാണിക്കാം. അപ്പോൾ ഇതിന് കുറച്ച് ദിവസം ആവുമ്പോൾ ഇത് ഫുൾ അങ്ങോട്ട് കഴിഞ്ഞോളും. അപ്പോൾ ഞാൻ ഇത് ഓർഡറിലല്ല കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ഇങ്ങനെ പറഞ്ഞോളൂ. ഇപ്പം ഈ ഇതിലത്തെയാണ് ഇഷ്ടമായെന്ന് വെച്ചാൽ 16ാമത്തെ ചട്ടയിലത്തെ ഇത്രാമത്തെ കമ്മൽ, അല്ലെങ്കിൽ സെക്കൻഡ് റോല്, അല്ലെങ്കിൽ തേർഡ് റോല്, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും, എടുക്കാനും എളുപ്പമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 16 തന്നെ തുടങ്ങാം. ഒക്കെ കുറേ ഉണ്ട്, പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഓർഡറിൽ എനിക്ക് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്, കാരണം എല്ലാവരും കിടന്നുറങ്ങി. അപ്പോൾ ഇത് 16ാമത്തെ. ഇതെങ്ങനെയാണെന്ന് വെച്ചതാ, ഇത് വൈറ്റ്, ഇത് സെക്കൻഡ് സ്റ്റഡായിട്ട് ഉപയോഗിക്കാം. ഈ സെൻറ്ററിൽ കാണുന്ന റൂബി കുട്ടികൾ കമ്മലായിട്ട് ഇടുന്നതാണ് കേട്ടോ. സെക്കൻഡ് സ്റ്റഡായിട്ടും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇത് കേട്ടോ 9 കല്ല്. ഇതതുപോലെ ഒരു ഷേപ്പ്. ഇതും സെയിമാ തോന്നുന്നുണ്ട്. പിന്നെ ഇത് കേട്ടോ, ഇതൊക്കെ എങ്ങനെ സെക്കൻഡ് സ്റ്റഡായിട്ട് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം, അല്ല സ്റ്റഡായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് എനിക്ക് കിട്ടിയിട്ടുള്ളത് 8 കേട്ടോ. നേരത്തെ 16, ഇത് 8. അപ്പോൾ ഇത് നമ്മളുടെ സെക്കൻഡ് സ്റ്റഡാണ്. പിന്നെ കുട്ടികൾക്കായാലും ഇങ്ങനെ ഇത് കമ്മലായിട്ടും മൂക്കുത്തിയായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ നേരത്തെ കണ്ടതായാലും സിംഗിൾ പീസായിട്ട് കിട്ടും, മൂക്കുത്തിയായിട്ട് ഉപയോഗിക്കാനും കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അതിൽ ഇത് മൂക്കുത്തിയായിട്ട് ഇപ്പോഴത്തെ ട്രെൻഡാണ്, ഈ സെക്കൻഡ് വൺ. ഇത് കണ്ടോ മൂക്കുത്തിയായിട്ട് ഇപ്പോഴത്തെ ഫാഷൻ അതാണ്. അപ്പോൾ അങ്ങനെയും കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഏതായാലും നമ്മൾ സിംഗിൾ പീസും തരും, പിന്നെ കമ്മലായിട്ട് വേണമെങ്കിൽ അങ്ങനെയും തരും. അപ്പോൾ ഇതൊക്കെ അങ്ങനെ കൊണ്ടുപോകുന്ന സംഭവങ്ങളാണ്. ഇത് അങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഇത് റൂബി വൈറ്റാണ്, ഇത് വൈറ്റ്, ഇത് റൂബി, ഇങ്ങനെയാണ് വരുന്നത്. ഇനി അടുത്തത് വരുന്നത് 33 കേട്ടോ. ഇങ്ങനത്തെ സ്റ്റഡുകളാണ്. വൈറ്റ് ഉണ്ട്, റൂബി ഉണ്ട്, ബ്ലാക്ക്, ഗ്രീൻ ഉണ്ടോ, ഇത് മൾട്ടി കളറ്, ഇത് മൾട്ടി കളറ് ഒക്കെ വരുന്നുണ്ട് ഉണ്ടോ. അപ്പോൾ ഇതാണോ ഇഷ്ടമായെന്ന് വെച്ചാൽ നമ്പർ 33 ഇത്രാമത്തെ കമ്മൽ, ഇപ്പോൾ സെക്കൻഡ് റോല് സെക്കൻഡ് വൺ, അല്ലെങ്കിൽ തേർഡ് റോല് 2ാമത്തെ മൾട്ടി കളറ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇത് 3ാമത്തെ ആയി. ഇനിയിപ്പോൾ ഇതിപ്പോൾ എത്രാമത്തെ 5 ഇത് നമ്മൾ നേരത്തെ സിംഗിൾ ലെയറാണ് കണ്ടതെന്ന് വെച്ചാൽ ഇത് ഡബിൾ ലെയർ കണ്ടോ. ഇത് കമ്മലായിട്ടും സെക്കൻഡ് സ്റ്റഡായിട്ടും യൂസ് ചെയ്യാം, മൂക്കുത്തിയായിട്ടും ഇഷ്ടം പോലെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. കേട്ടോ ഇതൊക്കെ മൂക്കുത്തിയായിട്ട് കൊണ്ടുപോകുന്നതാണ്. ഇത് സ്റ്റഡാണ് കേട്ടോ. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ബാക്ക് കാണിച്ചു തന്നില്ലല്ലോ അല്ലേ. ഒരുവിധം എല്ലാത്തിനും ബാക്ക് നമ്മളുടെ പിരി തന്നെയാണ്, കറക്റ്റ് ഗോൾഡിൻ്റെ തന്നെയാണ്. ഇത് മാത്രമാണ് പിന്നായിട്ടുള്ളൂ. അതായത് പിന്നെന്ന് പറയുമ്പോൾ ഇത് മാത്രമാണ് ഈ കൂട്ടത്തിൽ പിന്നുള്ളൂ. വേറെ എല്ലാതും പിരിയാണ് കേട്ടോ. ഞാനത് നേരത്തെ കാണിക്കാൻ വിട്ടുപോയതാണ്. എല്ലാതും ഇങ്ങനത്തെ പിരിയാണ്, അതായത് കറക്റ്റ് ഗോൾഡിൻ്റെ ഫിനിഷിംഗ് ആണ് കണ്ടോ. ഫുൾ പിരിയാണ്. ഞാനത് കയ്യോടെ കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ഇത് മാത്രമാണ് ഇപ്പോൾ നമ്മൾ കണ്ടതിൽ പിന്നുള്ളത്, ഈ വൈറ്റ്. ബാക്കി എല്ലാതും ഗോൾഡൻ പിരിയാണ്. ഇനിയിപ്പോൾ അടുത്തത് നോക്കാം. 1-2 കൂടി ഞാൻ കാണിക്കാം കേട്ടോ. കുറേ ആകുമ്പോൾ നിങ്ങൾക്കും അത് ഏത് വാങ്ങിക്കണം എന്നുള്ള ആശയക്കുഴപ്പം വരും. അപ്പോൾ ഇത് നമ്പർ 2. അപ്പോൾ ഇതും ഇങ്ങനെ ഇത് പലതും മിക്സ് ചെയ്തിട്ടാണ് വെച്ചേക്കണത്. കണ്ടു, ഇത് മൂക്കുത്തിയായിട്ടും യൂസ് ചെയ്യാം. ഇത് സാധാരണ കുട്ടി മറ്റേ സെക്കൻഡ് സ്റ്റഡ് മൂക്കുത്തി ഒക്കെ ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ്. ഇതൊക്കെ ഗോൾഡ് പ്ലേറ്റഡ് ആണ് കേട്ടോ. കംപ്ലീറ്റ് കേട്ടോ പിരി തന്നെയാണ്. ഇനി ഒന്ന് മാറി കാണിക്കാം. ഇത് സ്റ്റഡാണ്, പല കളർ കേട്ടോ. ഗ്രീനൊക്കെ എന്ത് ഭംഗിയാന്ന് നോക്കി കേട്ടോ. ഈ പിങ്കിൻ്റെ എവിടെ എനിക്ക് തോന്നുന്നു പിരിയിടാൻ വേണ്ടി മാറ്റി വെച്ചേക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. ഇത് നമ്പർ 6 ഇനിയിപ്പോൾ അതിൻ്റെ തന്നെ കുറച്ചും കൂടി വലുത് നമ്പർ 37. അപ്പോൾ ഇത് മുകളിലത്തെ വലുതാണ്. ഫസ്റ്റ് വൺ ചെറുതാണ്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ 3 സൈസ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാവേണ്ടത് എനിക്കറിയില്ല. നല്ല തരം സ്റ്റോണാണ്.
ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നല്ല തരം സ്റ്റോണായാൽ മാത്രമേ നമുക്ക് പ്ലേറ്റിങ്ങിന് പറ്റുള്ളൂ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഒക്കെ ആണെങ്കിൽ ഉരുകിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം. കണ്ടോ, ഇത് ഈ കളറൊക്കെ ഭയങ്കര രസമുള്ള കളറാണ് കേട്ടോ. കണ്ടോ, ഇത് നല്ല ഭംഗിയുള്ള, അങ്ങനെ പെട്ടെന്ന് കിട്ടാത്ത ഒരു കളറാണത്. അപ്പോൾ 37. അപ്പോൾ ആദ്യം ആരാണോ ഓർഡർ ചെയ്യണത് അവർക്ക് ഞാനത് കൊടുക്കും. അങ്ങനെയാണ് കേട്ടോ. ഇത് 19. ഇത് ഫുൾ സാൻഡ് സ്റ്റോണ് കഴിഞ്ഞിട്ട് ഇപ്പോൾ റീസ്റ്റോക്ക് ചെയ്തതാണ് കേട്ടോ. സാൻഡ് സ്റ്റോണ് മുകളിലത്തെ ഈ പറഞ്ഞ പോലെ വേറൊരു തരം ഗ്രീൻ, പിന്നെ ഇത് ലാവൻഡർ, പിന്നെ പേസ്റ്റൽ ഗ്രീൻ, പേസ്റ്റൽ ബ്ലൂ, പിന്നെ അതെ കേട്ടോ കോറൽ, അങ്ങനെയാണ് ഇത് വരണത്. ഇത് 19. എനിക്ക് തോന്നുന്നു മതിയാക്കിയാലോ, അതോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ രസം പിടിച്ചു. 2, 4, 6, 8 എണ്ണമായി. ഇനി 10 എണ്ണം ആക്കാം. അടുത്തത് ഇത് കണ്ടോ സ്റ്റോൺസാണ്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ കൊണ്ടുപോണത് ഒരെണ്ണം വലിയതും ഒരെണ്ണം ചെറുതും ഇടാൻ വേണ്ടിയിട്ട്, സെക്കൻഡ് സ്റ്റഡും ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകണം കേട്ടോ. ഇത് ഈ ഡയമണ്ട് കണ്ടില്ലേ, ഇതിൻ്റെ തന്നെ വലിയതും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തന്നെ ചെറുതുമായിട്ട് കണ്ടോ സെയിം കളറാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയായിട്ടും ഇതിടാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഞാൻ കാണിക്കാം, എന്നാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ഇതിൻ്റെ തന്നെ സെയിം ഉണ്ടായിരുന്നു ചെറുത് കേട്ടോ. അത് എവിടെയാണെന്ന് എനിക്ക് പിടുത്തം കിട്ടണില്ല, ഞാനത് പിന്നീട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇതും ഈ പറഞ്ഞ പോലെ ഫുൾ പീരിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റഡായിട്ട് ഉപയോഗിക്കാം, സെക്കൻഡ് സ്റ്റഡായിട്ട് യൂസ് ചെയ്യാം, അത് കൂടാണ്ട് മൂക്കുത്തിയായിട്ട് ഉപയോഗിക്കാം. കുട്ടികൾക്ക് കമ്മലായിട്ട് ഏറ്റവും നല്ലത്. നല്ല തരം സ്റ്റോണാണ് കേട്ടോ. ഇതൊക്കെ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ഇത് എടുക്കാനായിട്ട് വലിയ പാടാണ്. ഇത് അടുത്തത് 27. ഇത് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ 3 കളറ്, റൂബി ഉണ്ട്, വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. പിന്നെ ഇത് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ഫുൾ റൂബി. ഇത് നമ്മുടെ നവരത്നം എന്ന് പറയണത് കണ്ടോ. ഇത് ഭംഗിയാന്ന് നോക്കി. ഇതാണ് ഒരു സമയത്ത് കണ്ടമാനം പോയിരുന്നത്. ഇപ്പോൾ വലിയ സ്റ്റഡുകൾ വന്നപ്പോൾ പതുക്കെ ഇത് പിന്നാക്കായതാണ് കേട്ടോ. പിന്നാക്കായിട്ടില്ല, ഇതിപ്പോൾ മറന്നേക്കാണ് എല്ലാവരും. ഇത് ബട്ടർഫ്ലൈ ആണ്, തല തിരിഞ്ഞിട്ടേ ഇരിക്കണം കേട്ടോ. നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് വിചാരിക്കണം. ഇത് ഗ്രീന്, ഇത് റൂബി വൈറ്റ്, മറ്റേത് റൂബി, അങ്ങനെ ബട്ടർഫ്ലൈ 3 ടൈപ്പ്. അതിൻ്റെ നമ്പർ 27. അപ്പോൾ ഇത്രയും മതി എന്ന് വിചാരിക്കാം. 4, 6, 8, 10 സെറ്റ് ഞാൻ കാണിച്ചു. ഇതും ബാക്ക് ഞാൻ കാണിക്കണം കണ്ടോ. അപ്പോൾ നമ്മൾ കണ്ടതിൽ ആകെ ഒരെണ്ണം മാത്രമാണ് പിൻ ടൈപ്പ് കണ്ടിട്ടുള്ളൂ കേട്ടോ. വേറെ എല്ലാതും നമ്മളുടെ പിരിയുള്ള പാറ്റേണാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലുമൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പറയാം. ഞാൻ പറയുമ്പോൾ തിരിച്ചിതുപോലെ പറഞ്ഞോളൂ കേട്ടോ. ഇത്രാമത്തെ ഷീറ്റ്, അതായത് ഇപ്പോൾ ഇതിൽ നിന്നാണെങ്കിൽ 2ാമത്തെ ഷീറ്റിൽ 2ാമത്തെ റോല് ആദ്യത്തെ, അങ്ങനെയൊക്കെ പറഞ്ഞാലാണ് ആൻറ്റിക്ക് എളുപ്പത്തിലെടുക്കാൻ പറ്റുക കേട്ടോ. അതുപോലെ ഇതും ഞാൻ പറഞ്ഞില്ലേ 3 സൈസിലുണ്ട്. ഇതിപ്പോൾ ഏറ്റവും വലുതാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് റെഡ് കാണുമ്പോൾ അറിയാം കുറച്ച് ചെറുതാണ്, പിങ്ക് കാണുമ്പോൾ ഇതിനേക്കാളും ചെറുതാണ്. അതായത് ഇപ്പം ഞാനിപ്പോൾ ഈ കാണിക്കുന്ന 6 എണ്ണത്തിൽ 3 സൈസാണ് ഉള്ളത് കണ്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ട്. അത് 37ആണ് അതിൻ്റെ നമ്പർ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പറഞ്ഞാൽ മതി. ഒരുവിധം എല്ലാ കളേഴ്സും നമ്മളുടെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വിട്ട് ഞാൻ വേറെ കാണണമെന്നുള്ളവരുണ്ടെങ്കിൽ വേറൊരു ദിവസം, അത് ഇന്ന ദിവസം എന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. കാരണം എപ്പോഴാണോ സൗകര്യം അപ്പോഴേ എനിക്കിത് കാണിക്കാൻ പറ്റുള്ളൂ. കാരണം ഇത് ഈ കുഞ്ഞൊക്കെ സംഭവങ്ങളായതുകൊണ്ടേ ഞാൻ ഇതും കൂടി കാണിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതിൻ്റെ കൂടി ഇതായിട്ടിടാമെന്ന്, അതിതാണ് സംഭവം കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്നിച്ച് കണ്ടാലോ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതായത് ഇത് കണ്ടോ, സെക്കൻഡ് സ്റ്റഡും ഇതും കൂടി ഇടുന്ന സംഭവമാണ് ഇത് കണ്ടോ. ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇതും ഒരേ കളറാണ്. ഇത് സ്റ്റാർ കണ്ടോ, ഗ്രീൻ കണ്ടോ സ്റ്റാർ, അത് ഗ്രീൻ വേറൊരു കമ്മലിട്ടിട്ട് ഇത് സെക്കൻഡ് സ്റ്റഡ്. അതായത് ഡിസൈൻ സെയിം ആവണമെന്നില്ല, കളറുകൾ ഏകദേശം ഒന്നാണ് കേട്ടോ. അപ്പം അങ്ങനെ ഇനിയും ഡിസൈൻ കുറേ ഉണ്ട് തോന്നുന്നുണ്ട്. ഡാഡിക്കാണെങ്കിൽ ഇത് കറക്റ്റ് അറിയാം, പക്ഷേ എനിക്കതങ്ങോട്ട് മുഴുവൻ അങ്ങോട്ട് പറ്റണില്ല. ഇത് 35 കേട്ടോ. ഇത് ഇങ്ങനെ ഒരു ടൈപ്പ്, ഒരു ബോ ടൈപ്പാണ്, ഗ്രീന് കേട്ടോ. ഇത് ഈ പറഞ്ഞ പോലെ ഒരുവിധം കളേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. കേട്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിയേ. ഇതും ഫുൾ പിരികളാണ്. ഇനി ഇത്രയും മതി. ഇനി ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കും, എനിക്കും എടുത്തു തരാൻ ബുദ്ധിമുട്ടാവും. ഇതിപ്പോൾ ഞാൻ ചെയ്യാൻ പോണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത്രയും
പീസുകളുണ്ടല്ലോ 2, 4, 6, 8, 10, 12 പീസ്. ഈ 12 ഷീറ്റും ഞാൻ അതിൽ പെടുത്താണ്ട് ഇവിടെ മാറ്റി വയ്ക്കും. അതായത് ഈ ടേബിളുമ്പോൾ തന്നെ വയ്ക്കും. അപ്പം നിങ്ങൾ ഇന്നിപ്പോൾ നാളെ ഇത് വീഡിയോ കാണുമ്പോൾ തൊട്ട് നിങ്ങൾ ഇതിൽ നിന്ന് വേണം സെലക്ട് ചെയ്യാനായിട്ട് കേട്ടോ. കാരണം ഇനി വേറെ ഉണ്ടോ എന്ന് എന്നോട് ചോദിക്കരുത്. നിങ്ങൾക്കറിയാലോ ഇത്രയും സാധനത്തിൻ്റെ ഇടയിൽ നിന്ന് ആ ഒരു കുട്ടി സാധനം തിരഞ്ഞെടുക്കാൻ വലിയ പാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളതിൽ നിന്ന് സെലക്ട് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. കണ്ടോ ഇതൊക്കെ അങ്ങനെയുള്ള സംഭവമാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ ദൈ ഞാൻ കാണിച്ചു തരാം. ഇതെന്തോ നയൻതാരയുടെ സെക്കൻഡ് സ്റ്റഡാന്നൊക്കെ കുട്ടികൾ പറയണ കേട്ടു. ഭയങ്കര ഡിമാൻഡായിരുന്നു. ഡിംപിളും ഡിവൈനും ഇത് കൊടുത്തതിന് ഒരു കയ്യും കണക്കില്ല. വാങ്ങിച്ചവരൊക്കെ ഇത് കാണുന്നുണ്ടാവും. അപ്പോൾ ഇത് അങ്ങനെ ഒരു സംഭവമാണ് നയൻതാരയുടെ സെക്കൻഡ് സ്റ്റഡ് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. കുട്ടികളാണ് ഇത് കൂടുതൽ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതും കൂടി ഞാൻ ഈ കൂട്ടത്തിൽ കാണിക്കുന്നുണ്ട്. നമ്പർ 7 ആണ് കേട്ടോ. അതിൻ്റെ നമ്പർ 7 ആണ്. അല്ലെങ്കിൽ നയൻതാരയുടെ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം. അപ്പോൾ ഇത്രയും ഞാൻ ഇന്ന് കാണിക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് വീണ്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് വേറൊരു നമ്പർ ഒന്നിൻ്റെ അതുണ്ടോ 2ൻ്റെ ഇതുണ്ടോ എന്നൊന്നും ചോദിക്കായിരിക്കും. ഞാൻ ഈ കാണിച്ച ഷീറ്റിലത്തെ മാത്രം ചോദിക്കാൻ ശ്രമിക്കുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത പ്രാവശ്യം ഞാനിത് കാണിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ ഇതിൽ നിന്ന് ഉണ്ടാവില്ല, അതിൽ നിന്ന് നോക്കിയെടുക്കാമെന്ന് മാത്രം. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി ഞാൻ ഡോൺ വരണ വരെ വെയിറ്റ് ചെയ്തിട്ട് കിടക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അവൻ എന്നോട് കിടക്കാൻ പറയും, പക്ഷേ എനിക്കെന്തോ പറ്റില്ല. ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അവനെത്തും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഡിവൈനും ഡിംപിളും നാളെ തൊട്ട് നല്ല കുട്ടികളാവാൻ വിചാരിച്ചിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ബിസിനസ്സായാലും വീഡിയോസായാലും നാളെ തൊട്ട് അവർ ഉഷാറാവട്ടെ. അപ്പോൾ നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഉറക്കം വരാണ്ടിരിക്കാനായിട്ട് ഞാൻ പോയിട്ട് പതുക്കെ ഒരു ഗ്ലാസ് കാപ്പിയൊക്കെ വെച്ച് കുടിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.